Rousseau but soon departed from him Rousseau but soon departed from him in the development of a concrete method of his own. He defined education as the natural, progressive, and harmonious development of all the facilities of the individual, head, heart and hand. ഹൃദയവും തലയും ഹൃദയം കയ്യും ഇങ്ങനെ എല്ലാത്തിലേക്കും പോകുന്ന വികസനത്തിനെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് വ്യക്തിത്വ വികസനത്തിനെങ്കിൽ ശാരീരികവും വൈകാരികവുമായ ഇത്തരത്തിലുള്ള വികസനത്തിനെ കുറിച്ചുമാണ് പെസ്ലോസി പറയുന്നത്. നാച്ചുറലിസത്തിനെ കുറിച്ചും ഒക്കെയാണ് കൂടുതൽ പെസ്ലോസി സംസാരിക്കുന്നത്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഗ്രോത്ത് ആണ്, ഡെവലപ്മെന്റ് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോൺക്രീറ്റ് മെത്തേഡ്, വളരെ യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെയുള്ള ഒരു ഗ്രോത്ത് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി നമുക്കത് എന്താണെന്ന് ഒന്നുകൂടെ കാണാം. ഹൗ ജെർട്രൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്ത് എന്നാണ് അർത്ഥം. Teaches her children how he writes man becomes independent and contented. Here he writes man becomes independent and contented only through his spiritual life. ഒരാളുടെ ഉള്ളടക്കം, അയാൾ ഒരു ഉള്ളടക്കമുള്ള ആളാവുന്നതും ഇൻഡിപെൻഡന്റ് ആവുന്നതും, ഡിപെൻഡന്റിൽ നിന്നും സ്വാശ്രയത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആശ്രയത്വത്തിൽ നിന്നും സ്വാശ്രയത്തിലേക്ക് മാറുന്നത് ത്രൂ ഹിസ് സ്പിരിച്വൽ ലൈഫിലൂടെ, ആത്മീയമായ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ വളർച്ചയിലൂടെയാണെന്നാണ് പറയുന്നത്. മിയർ ഫിസിക്കൽ നേച്ചർ വിൽ ലീഡ് ഹിം ഓൺലി ടു ഡാർക്ക്നെസ് ആൻഡ് ഡെത്ത്. മിയർ ഫിസിക്കൽ, അതായത് ഭൗതികമായ ഒരു വളർച്ചയാണ്, അറിവാണ് നേടുന്നതെങ്കിൽ അത് അയാളെ ഇരുട്ടിലേക്കും മരണത്തിലേക്കും മാത്രമേ നയിക്കുള്ളൂ. Therefore, the education of our race must be taken out of the hands of the blind and sensuous nature and put into the hands of our moral and spiritual being and its divine, eternal, inner light and truth. ഉദ്ദേശിക്കുന്നത് therefore the education of our race must be taken out of the hands of the blind and sensuous nature and put into the hands of our moral and spiritual being and its divine, eternal, ഒരു ദൈവികമായ, eternal, നിത്യമായ അല്ലെങ്കിൽ ഒരു ആന്തരിക വെളിച്ചം എന്നൊക്കെയാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ഇദ്ദേഹത്തിന്റെ പെസ്ലോസിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ ഭൗതികവാദത്തിന്റെ ഒപ്പം ആത്മീയവാദവും കൂടെ, ആത്മീയമായ വളർച്ചയും സ്പിരിച്വൽ ലൈഫിന് ആവശ്യമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. His contribution may be summarized under the following heads. Now we are going to see the different contributions given by the Pestalozzi to the education. വിദ്യാഭ്യാസത്തിന് വേണ്ടി പെസ്ലോസി കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്. ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഒബ്ജക്ട് ടീച്ചിങ്. ഒബ്ജക്ട് ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് എന്താ? ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ. എലക്ഷൻ ഒബ്സർവർ, ഇപ്പൊ നമ്മളെ സമയത്തൊക്കെ പഞ്ചായത്തിലൊക്കെ നിങ്ങൾ എലക്ഷൻ ഒബ്സർവർ ഉണ്ടാവും, നിരീക്ഷകൻ ഉണ്ടാവും. അപ്പൊ നിരീക്ഷണത്തിന്റെയും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്ട് ടീച്ചിങ് എന്താ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, വാട്ട് ആർ ദ എയിംസ് ഓഫ് ടീച്ചിങ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്താ? അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ ബോധന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഈ ടേംസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ എഴുതിയാലൊക്കെ മതി. അത് നോട്ടായിട്ട് ഇപ്പൊ നിങ്ങൾ എഴുതിയെടുത്താൽ ഈ ടോപ്പിക്ക് വരുന്ന എന്തും വന്നാൽ നിങ്ങൾക്ക് ഈ പോയിന്റിനെ കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം വാക്യത്തിൽ എന്തും എഴുതി വെക്കാം. പിന്നെ മലയാളത്തിൽ ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ പെട്ടെന്ന് അത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, Pestalozzi's plan consisted in analyzing each subject into its ABCD and developing it by graded exercises. അപ്പോ പെസ്ലോസിയുടെ പ്ലാൻ ഓരോ സബ്ജക്റ്റിന്റെയും വിശുദ്ധമായ ABCD ഉദ്ദേശിക്കുന്ന അതിന്റെ തുടക്കം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അത് ഗ്രേഡ് ചെയ്ത് തിരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദീകരിച്ച് പറയുന്ന ടീച്ചിങ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. അത് എങ്ങനെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ്. ഓക്കെ, ടു ടീച്ച് ലാംഗ്വേജ്. ഓക്കെ, he invented his own syllabaries
ഫോർ ലാംഗ്വേജ് ടീച്ചിങ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലാംഗ്വേജ് ടീച്ചിങ്ങിന് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സിലബസ് തന്നെ ഉണ്ടാക്കി. അബ്, എബ്, ഇബ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒബ്, ഉബ് എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മള് ലാംഗ്വേജ് ടീച്ചിങ്ങിലെ ഫോണറ്റിക്സ്, ചിലര് ലാംഗ്വേജ് ടീച്ചിങ്ങില് LSRW എന്ന് പറയും. എന്താണ് LSRW? കോമൺ ആയിട്ട് ഞാനിപ്പോ ജനറൽ ആയിട്ട് ഇതൊക്കെ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇതാണ് ഈ ടീച്ചിങ് പ്രിൻസിപ്പിൾസിലൊക്കെ നമ്മൾ എന്താണ് LSRW. ഇപ്പൊ ഒരു അറിയാത്ത ഒരു ലാംഗ്വേജ് ആണെങ്കിലും അറിഞ്ഞ ലാംഗ്വേജ് ആണെങ്കിലും കുട്ടിക്ക് ഇപ്പൊ ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ LSRW ആണ് അതിന്റെ ഒരു പ്രൊസീജിയർ. L for listening, speaking, reading, writing. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ആദ്യം KG ക്ലാസ്സിലെ കുട്ടികൾക്ക് ലിസണിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കും. How we will create the opportunity for listening to the students? അവർക്ക് ടീച്ചർ പാട്ട് പാടും, ഓഡിയോ വിഷ്വൽ മെത്തേഡിലൂടെ കാണിക്കും, അത് കുട്ടി ഗ്രഹിക്കും. അതിനുശേഷം കുട്ടിയിൽ എന്ത് ചെയ്യും? സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. Then only we will start with the reading. Then the last stage of the language development is writing. Okay. So here, അപ്പൊ അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഒബ്ജക്റ്റ് ടീച്ചിങ്ങിന്റെ ഉദാഹരണങ്ങളാണ്. ഹിസ് ടീച്ചിങ് വാസ് ബേസ്ഡ് ഓൺ കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ ഈ 3 ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ ടു കോംപ്ലക്സ്, നോൺ ടു അൺനോൺ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. സിമ്പിൾ ടു കോംപ്ലക്സ് മീൻസ് ലളിതമായവയിൽ നിന്ന് സങ്കീർണമായവയിലേക്ക്. ഉദാഹരണത്തിന് കുട്ടീനെ റെയിൻബോ പഠിപ്പിക്കാനാണെങ്കിൽ ആ സബ്ജക്റ്റിൽ ഈ 3 പോളിസീസും എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നോക്കാം. റെയിൻബോ ആണ് കുട്ടീനെ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടി UKG ക്ലാസ്സിലോ LKG ക്ലാസ്സിലോ ആണെങ്കിൽ ഒരിക്കലും കുട്ടികൾക്ക് എന്ത് മനസ്സിലാവില്ല? നേരിട്ട് റെയിൻബോ കാണാത്ത കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് റെയിൻബോയിലേക്ക് ഡയറക്റ്റ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? സിമ്പിൾ ടു കോംപ്ലക്സ്, ലളിതമായ. റെയിൻ കുട്ടി കണ്ടിട്ടുണ്ട്, ഹാവ് യു സീൻ സൺലൈറ്റ് കുട്ടി കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് റെയിൻബോ ഉണ്ടാവുക. ഇനി സൺലൈറ്റും റെയിനിനെ കുറിച്ച് പറയുമ്പോഴാണ് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ട് ലളിതമായ റെയിനിൽ നിന്ന് തുടങ്ങും. ഇനി നോൺ ടു അൺനോൺ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രിൻസിപ്പിളില് അറിയുന്നവയിൽ നിന്നും അറിയപ്പെടാത്തവയിൽ. കുട്ടി അറിയുന്ന കാര്യമാണ് ഈ മഴയുടെയും സൺലൈറ്റിന്റെയും കാര്യം. അതിനുശേഷമാണ് അറിയപ്പെടാത്ത റെയിൻബോയിനെ കുറിച്ച് പറയും. ഇനി അതിനകത്ത് മറ്റു തേർഡ് പ്രിൻസിപ്പിൾ ആണ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. വാട്ടർ കോൺക്രീറ്റ് ആണ്, വെള്ളം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുട്ടിക്ക് ഫിസിക്കലി അത് ഫീൽ ചെയ്യാൻ പറ്റും. സൺലൈറ്റും വെയിലത്ത് പോയി നിന്നാൽ ഫീൽ ചെയ്യാൻ പറ്റും. റെയിൻബോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിഷ്വലൈസ് ചെയ്യാനേ പറ്റുള്ളൂ, കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴാണ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയയിൽ നിന്നും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയയിലേക്ക് പോകാൻ. ഇനി നമ്മൾ H2O വാട്ടർ ഉണ്ടാവുന്നത് നമ്മളെ സ്കൂളിൽ നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട്. H2O വാട്ടർ ആണ്. ഇത് എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ H2O കുറിച്ചുള്ള ബോധ്യങ്ങൾ വരണമെങ്കിൽ ഈ ടീച്ചിങ് പ്രിൻസിപ്പിൾസ് നമ്മളിലൂടെ നമ്മളെ ടീച്ചേഴ്സ് കൊണ്ടുപോയാലാണ് നമ്മളിത് പഠിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ലേണിംഗ് പ്രോസസ്സ് നടക്കില്ല. ഓക്കെ, സോ ഹി ടോട്ട് ലാംഗ്വേജ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ? ഹിസ് ടീച്ചിങ് വാസ് ബേസ്ഡ് ഓൺ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് റാദർ ദാൻ ആൻ അബ്സ്ട്രാക്ട്. കോൺക്രീറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അബ്സ്ട്രാക്ട്. കോൺക്രീറ്റ് യാഥാർത്ഥ്യമായവയിൽ നിന്ന് അബ്സ്ട്രാക്ട് അയഥാർത്ഥ്യമായ. കോൺക്രീറ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ട് ആയിട്ട് ഇപ്പൊ മുന്നിലിരിക്കുന്ന ഒരു ഐഡിയ. അയഥാർത്ഥ്യമായവ നാളെ, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ഐഡിയ എന്ന് പറയുന്നത് അവ്യക്തമായ ഒരു പിക്ചറൈസേഷൻ മാത്രമുള്ള ഒരു ഐഡിയക്കാണ് അബ്സ്ട്രാക്ട് ഐഡിയ ഉദ്ദേശിച്ചത്. അബ്സ്ട്രാക്ട് വെർബലിസം. വെർബലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു നമ്മളെ ഐഡിയ അത്ര മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ കട്ട് പിക്ചർ ഇല്ലാത്ത. ഈ ഹി ടോട്ട് ലാംഗ്വേജ്, നേച്ചർ സ്റ്റഡി ആൻഡ് ജോഗ്രഫി ബൈ കോൺക്രീറ്റ് ഒബ്സർവേഷണൽ വർക്ക്. നിരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം ഇതൊക്കെ പഠിപ്പിച്ചത്. ട്രെസ്, ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് വെയർ ഫസ്റ്റ്. ട്രീസ് ആണ്. ഓക്കെ, ട്രീസ്, flowers and birds were first observed, then drawn and discussed. The adjacent valley was modeled out of clay brought from its own sides. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആയിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചിങ് നോട്ട് ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത്. ടീച്ചിങ് നോട്ട് ഉപയോഗിച്ച് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മോഡൽസ് അതൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കണം.
അപ്പോൾ മോഡൽസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ആപ്പിളിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആപ്പിളിന്റെ മോഡൽ കൊണ്ടുപോകണം. അതിനാണ് ടീച്ചിങ് എയ്ഡ്സ് ഉദ്ദേശിച്ചത്. ഒരു ടീച്ചർക്കുള്ള ടീച്ചിങ് എയ്ഡ്സ്, ഫ്ലാഷ് കാർഡ്, ചെറിയ കാർഡുകൾ, ചാർട്ട്, മോഡൽസ്, ഇങ്ങനെയൊക്കെ ഒബ്ജക്ട്സ് ഒക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ്. അപ്പൊ അത് റോ മെറ്റീരിയൽസും ടീച്ചേഴ്സ് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ് മുറികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആ ടീച്ചർ സ്വയം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇതൊന്നും മെനക്കെടാത്ത ടീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയിലും ഒക്കെ കാണിക്കാൻ പറ്റുന്ന സ്മാർട്ട് ക്ലാസ് റൂംസ് ഉള്ളിടത്താണെങ്കിൽ വളരെ വിഷ്വലൈസ്ഡ് ലേണിംഗ് അവിടെ എളുപ്പമാവും. ഓഡിയോ വിഷ്വൽ ലേണിംഗ് ആണ് കൂടുതൽ കുറച്ചും കൂടെ ഒരു ഇപ്പോഴത്തെ സമയത്ത് ഡിജിറ്റൽ കണ്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകളുണ്ട്. അതും ടീച്ചിങ് എയ്ഡ്സ് ആണ്, ഡിജിറ്റൽ കണ്ടന്റ്സ്. അതിനാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുക, LMS. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് നേരത്തെ ഒരു വർക്ക്ഷോപ്പ് കിട്ടിയിരുന്നു. നാളെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ വർക്ക്ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത് നാളെ വേണമെങ്കിൽ ശ്രുതിയോട് ചോദിച്ചാൽ താല്പര്യമുള്ളവർക്ക് വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാം. ആ വർക്ക്ഷോപ്പുകളൊക്കെ എന്താണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും ഡിജിറ്റൽ കണ്ടന്റ് എന്താണെന്നും ആ ഡിജിറ്റൽ കണ്ടന്റിലൂടെ എങ്ങനെ ഒരു ന്യൂജൻ ടീച്ചർ ആവാമെന്നൊക്കെയാണ് മനസ്സിലായി. ഇത് നമ്മൾ 10-30 വർഷം എഴുതിയിട്ടുള്ള സിലബസുകളാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പഠന രീതികളൊക്കെ ക്ലാസ് റൂമിൽ വരുമ്പോൾ ഹൈടെക് ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആയി മാറി. അപ്പൊ ഡിജിറ്റൽ കണ്ടന്റ് വേണം, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. അപ്പോ ഇനി വരുന്ന കാലഘട്ടത്തിലെ ടീച്ചേഴ്സ് LMS എന്താണ്, ഡിജിറ്റൽ കണ്ടന്റ് എന്താണ് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ സെമിനാറിന് അറ്റൻഡ് ചെയ്യാൻ പറയണം. സാധാരണ ഞങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിങ് കോഴ്സ് അസോസിയേഷന് കീഴിൽ പഠിക്കുന്ന എല്ലാ ജില്ലയിലും ക്ലാസ്സുകൾ ഉണ്ടാവും. അവിടെ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു പാരലൽ കോളേജ് അവരൊക്കെ ചെയ്യുന്നത് പോലെ അധികം വലിയൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും ഒരു സെമിനാറോ വർക്ക്ഷോപ്പോ ഒക്കെ നടത്തുന്നു. മറ്റു ബോർഡുകളോ മറ്റു പരസ്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇത് പക്ഷെ അത് അസോസിയേഷൻ ആയതുകൊണ്ടായിരിക്കാം, അവർക്ക് അതിന് താല്പര്യമില്ല. അപ്പൊ പക്ഷെ ഞങ്ങൾ റെഗുലർ ക്ലാസ് ആണെങ്കിൽ വർക്ക്ഷോപ്പ്, സെമിനാർ, അതുപോലെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതും ഒക്കെ കമ്പൽസറി ആക്കും. ഫീൽഡ് സർവേ ഒക്കെ കമ്പൽസറി ആക്കും. അപ്പൊ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയി മാറും. ഓക്കെ, നൗ importance of industrial work ആണ് അദ്ദേഹം പറയുന്നത്. Pestalozzi made industrial work an integral part of his curriculum. It is surprisingly modern that Pestalozzi could think of the curriculum in terms of the physical and social needs of his pupils. Agriculture and industrial training could satisfy the physical needs. The religion and moral training could satisfy the social needs. Here, his system resembles Mahatma Gandhi's basic system of education. മഹാത്മാഗാന്ധിസ് ബേസിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കുഡ് ബി സാറ്റിസ്ഫൈ ഫിസിക്കൽ നീഡ്സ് ആൻഡ് റിലീജിയൻ ആൻഡ് മോറൽ ട്രെയിനിങ് കുഡ് സാറ്റിസ്ഫൈ സോഷ്യൽ നീഡ്സ്. ഇതൊക്കെയാണ് ഗാന്ധിജിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭൗതിക ആവശ്യങ്ങൾക്ക് കൃഷിപരമായ വ്യാവസായികപരമായ പരിശീലനം കൊടുക്കണം. ആത്മീയമായ ആവശ്യങ്ങൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം, മതപരമായ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് psychological needs ആണ് അദ്ദേഹം പറയുന്നത്. The psychological movement started by Rousseau has been reformed and perpetuated by Pestalozzi. അപ്പം പെസ്റ്റലോസിയുടെ റൂസോയുടെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ് പെസ്റ്റലോസി. The psychological principles known to unknown, simple to complex, concrete to abstract, etc. ഇതാണ് സൈക്കോളജിക്കൽ നീഡ്സ്. അല്ലാത്ത കുട്ടികൾക്ക് ക്ലാസ് റൂമുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ഈ നോൺ ടു അൺനോണും സിമ്പിൾ ടു കോംപ്ലക്സും കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ഒക്കെ സൈക്കോളജിക്കൽ നീഡ്സ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഇത് ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടല്ലാതെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. എക്സെട്ര ഹാഡ് ദെയർ ഒറിജിൻ ഇൻ ദ മൈൻഡ് ഓഫ് പെസ്റ്റലോസി. അപ്പൊ പെസ്റ്റലോസിയുടെ ഒരു പ്രിൻസിപ്പിൾസ് ആണ് ഈ 3 പ്രിൻസിപ്പിൾസ്. ഇപ്പോഴും ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ഈ 3 പ്രധാനമായിട്ട് പറയുന്നത്. നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്. ഹാഡ് ദെയർ ഒറിജിൻ ഇൻ ദ മൈൻഡ് ഓഫ് പെസ്റ്റലോസി. ഫ്രം ഹിം how come the present day's reforms in the teaching of language lesson, arithmetic, geography, elementary science, reading, writing, drawing and music? He glorifies home as the great school character and the citizenship. നമുക്കറിയാം എന്താണ് ഹോം as അത് സൈക്കോളജിക്കൽ നീഡ്സിൽ പെസ്റ്റലോസി പറഞ്ഞൊരു കാര്യമാണ്. ഹോം as the great school character and citizenship. അമ്മയാണ് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ഗുരു. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ സ്കൂള് സ്വന്തം വീടാണ്. വീട് വിട്ടു വന്നാൽ രണ്ടാമത്തെ വീടാണ് സ്കൂള്. അപ്പൊ ഫസ്റ്റ് സ്കൂൾ ഏതാണ്? ഹോമാണ്.
അപ്പൊ ആ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കൾച്ചർ വീടിന്റെ കൾച്ചർ ആയിരിക്കും. അപ്പൊ നമ്മളെ മക്കളെ നമ്മളെ വീട്ടിന്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, 40 കുട്ടികളെയും മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി ഏത് വീട്ടിൽ നിന്നും, ഏത് കൾച്ചർ, ഏത് സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും, ഏത് സ്വഭാവമുള്ള രക്ഷിതാക്കളുടെ മക്കളാണെന്ന് ടീച്ചർമാർക്ക് വേഗം മനസ്സിലാവും. എങ്ങനെ ടീച്ചർമാർക്ക് മനസ്സിലാക്കണേ? ടീച്ചർമാർ ഈ സൈക്കോളജിക്കൽ നീഡ്സും ഒക്കെ പഠിച്ചിട്ടാണ് BEdനും GTCക്കും മോണ്ടിസോറിയിലും പ്രീ പ്രൈമറിയിലും ഒക്കെ പഠിച്ചിട്ടാണ് പിന്നെ വേറെ മറ്റെന്താ, എക്സ്പീരിയൻസ് മേക്സ് ദ മാൻ. എന്താണ്? അനുഭവ സമ്പത്തിലൂടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കുട്ടികളെ കണ്ടാൽ അറിയാം അവരുടെ പേരൻസിന്റെ നേച്ചർ എന്താണ്. എങ്ങനെ മനസ്സിലാവും? ഈ പെസ്ലോസിയുടെ സൈക്കോളജിക്കൽ നീഡ്സിന്റെ തിയറിയും ഒക്കെ അനുസരിച്ച് അവരുടെ ഹോം ഈസ് ദ ഗ്രേറ്റ് സ്കൂൾ ക്യാരക്ടർ ആൻഡ് സിറ്റിസൺഷിപ്പ്. സോ ജോൺ ആമോസ് കൊമേനിയസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ആള്. നൗ ഓക്കെ, നമ്മൾ അടുത്തത് പഠിക്കുന്നത് അടുത്തൊരാളുള്ളത് ജോൺ ആമോസ് കൊമേനിയസ് ആണ്. അദ്ദേഹത്തിന്റെ സെയിന്റ് സ്കോളർ ആൻഡ് എഡ്യൂക്കേഷൻ റിഫോമർ ആണ്. പുള്ളി ഒരു സെയിന്റ് സ്കോളർ എഡ്യൂക്കേഷൻ റിഫോമർ, ഓൾ മോൾഡഡ് ഇൻടു വൺ. പുള്ളി ഒരു വലിയ ചിന്തകനും ഒരു വിശുദ്ധനും പണ്ഡിതനും ഒക്കെ ആയിരുന്നു എന്നാണ് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. All molded into one. This was Comenius. He was born in the village of Moravia in Czechoslovakia. He lost his parents in his childhood and he sought solace is priesthood. പ്രീസ്റ്റ്ഹുഡില് ഒക്കെ, അതായത് ഒരു പൗരോഹിത്യം, പുരോഹിതനൊക്കെയായി എഴുതുന്ന ആളാണ്. The educational thoughts of Comenius are comprised in his verse The Great Didactic and Great Tongues Unlocked. Great Didactic and Great Tongues Unlocked. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ 2 രചനകളും പുസ്തകങ്ങളും ഒക്കെ. ഡിഡാക്റ്റിക്, ദ ഗ്രേറ്റ് ടങ്സ് അൺലോക്ഡ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തക രചനയിലൊക്കെയുള്ള പുസ്തകങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ നോക്കി സെർച്ച് ചെയ്ത് പഠിക്കാനൊക്കെ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ in his ways the great didactic, and didactic എന്ന് ഉദ്ദേശിക്കുന്ന വേർഡിന്റെ മീനിങ് intended to teach, particularly in having moral instruction as an ഒരു മോട്ടീവ്, അങ്ങനെ ഒരു നല്ല ഉദ്യമത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഉപദേശകമായ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഉപദേശകപരമായ ടീച്ചിങ്ങിനാണ് ഡിഡാക്റ്റിക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു ഉപദേശത്തോടു കൂടിയുള്ള ഡിഡാക്റ്റിക് ആയിട്ടുള്ള അങ്ങനെ ഈ 2 പുസ്തകങ്ങളാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ഇനി ഡെമോക്രറ്റൈസിങ് എഡ്യൂക്കേഷൻ, നമ്മളെ ഇപ്പോഴത്തെ ഡെമോക്രസിയെ കുറിച്ചൊക്കെ പറയുന്നത് ജനാധിപത്യവൽക്കരണം വിദ്യാഭ്യാസത്തിൽ നിന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ തോട്ട്സ് ഇതാണ്: വിദ്യാഭ്യാസത്തിൽ ജനാധിപത്യവൽക്കരണം, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രറ്റൈസിങ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് ഡെമോക്രറ്റൈസിങ് എഡ്യൂക്കേഷൻ വരുന്നത്? ഡെമോക്രസി, ഈ ഡെമോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷനിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, കുട്ടികളോട് അച്ചടക്കത്തിൽ ഇരുത്തേണ്ട അധ്യാപകരെ കുട്ടികളെ എങ്ങനെ ജനാധിപത്യത്തിന്റെ മര്യാദയോടുകൂടി പഠിപ്പിക്കും. ഡെമോക്രാറ്റൈസിങ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ദോസ് ഡേയ്സ് വാസ് ദ മോണോപ്പൊളി ഓഫ് ദ ലോർഡ്സ് ആൻഡ് നോബിൾസ്. ഇനി വിദ്യാഭ്യാസം അന്ന് കുത്തകയായിരുന്നു. ആരുടെ മോണോപ്പൊളി ആയിരുന്നു? ലോർഡ്സ് ആൻഡ് നോബിൾസ്, പ്രഭു കുടുംബങ്ങളുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെയാണ്. അദ്ദേഹമാണ് ഈ ഒരു കൊമേനിയസ് ആണ് പ്രൊക്ലൈംഡ് ദ കറേജ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ദ റൈറ്റ് ഓഫ് ഓൾ ദോസ് ഹു സീക്സ് ഇറ്റ്. എല്ലാ ആളുകളുടെയും അവകാശമാണ് വിദ്യാഭ്യാസം ഒക്കെ അദ്ദേഹം പറഞ്ഞു. ലാറ്റിൻ ഇൻ ദോസ് ഡേയ്സ് വാസ് ദ ലാംഗ്വേജ് ഓഫ് ദ അരിസ്റ്റോക്രാറ്റ്സ്. അത്രയും വലിയ പണ്ഡിതരുടെ ഒക്കെ ഒരു ലാംഗ്വേജ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും പ്രഭുക്കന്മാരുടെ കുലീനമായ ഒരു ലാംഗ്വേജ് ആയിരുന്നു ലാറ്റിൻ. സ്റ്റഡി ഓഫ് ലാറ്റിൻ വാസ് ഡിനൈഡ് ടു ദ പുവർ. ഇനി ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയായിരുന്നു, വിദ്യാഭ്യാസം കിട്ടാതെ അധസ്ഥിതരായി കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിദ്യാഭ്യാസത്തിനെ കൂടുതൽ ജനകീയവൽക്കരിച്ചതൊക്കെ ഇദ്ദേഹത്തിനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മുമ്പേ നിങ്ങളോട് ചോദിച്ചത് ക്ലാസ് റൂമിന്റെ അകത്ത് എങ്ങനെ ജനാധിപത്യം കൊണ്ടുവരാൻ സാധിക്കും, അത് ആ ഡെമോക്രറ്റൈസിങ് എഡ്യൂക്കേഷൻ ഇൻ ദ ക്ലാസ് റൂം. അങ്ങനെ ഒരു ഡെമോക്രസി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്, ഡെമോക്രറ്റൈസിങ് ഇതിനെ കുറിച്ച് നമുക്ക് ഇനി നോക്കാം. കൊമേനിയസ് ബ്രോട്ട്
Latin to the homes of the poor. He took up the task of ironing out of the difference that existed between the rich and the poor in the domain of education. He succeeded in imparting education of all of them under the same roof. Inspired with the spirit of the divine, Comenius could instill love, piety, and compassion in all his pupils. വിശ്വാസം, ഇവിടെ പൈറ്റി എന്ന് ഉദ്ദേശിക്കുന്ന പൈറ്റി PIETY, പൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അനുസരണയോടുകൂടിയുള്ള വിശ്വാസം ആണ് പൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളിൽ ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫി പ്രിൻസിപ്പിൾസിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എയിം ഓഫ് എഡ്യൂക്കേഷൻ, the aim of education according to Comenius in the cultivation is the cultivation of knowledge, virtue and piety in man. മനുഷ്യരിൽ ഒരു ഭക്തി എന്നാണ് ഈ പൈറ്റി എന്നുള്ളതിന്റെ മലയാള വാക്ക്, PIETY, പൈറ്റി ഇൻ മാൻ. അപ്പോ കുട്ടികൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ അറിവിന്റെ കൾട്ടിവേഷൻ, അറിവ് വിതയ്ക്കുക അല്ലെങ്കിൽ കൾട്ടിവേഷൻ, അറിവ് വിളവെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ വെർച്യൂ, അതുപോലെ ചില പുണ്യങ്ങൾ, ചില നന്മകള്, അതുപോലെ ഭക്തി ഒക്കെ ഉണ്ടാക്കുകയാണ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. എഡ്യൂക്കേഷൻ ഷുഡ് എനേബിൾ ഇൻഡിവിജ്വൽസ് ടു ഡിസ്കവർ പെർപെച്വൽ പീസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ ദെയർ സോൾ. അങ്ങനെ വിദ്യാഭ്യാസം അത് അങ്ങനെയൊക്കെ അതും നോക്കിയാൽ, ഇനി നിങ്ങൾ ഈ ഫിലോസഫിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. പക്ഷെ ചിലത് ശരിയാവാം, ചിലതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും, ചിലതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ, നമ്മൾ അതിനകത്ത് ഒരു ഗവേഷണം നടത്താൻ, നമ്മളെ ചിന്തകൾ അതിലേക്ക് ഉറപ്പിക്കാനൊക്കെയാണ് ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ഈ സിലബസിലുള്ളൂ. ഓക്കെ, അപ്പൊ എയിം ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി കമോനിയസിന്റെ ഒരു കരിക്കുലത്തിനെ കുറിച്ചാണ്. Comenius was a socialist at heart. Nobody comes to this world owning anything. Everything in this world is everybody's. We should learn to live the life of Jesus Christ, imbibing his deeds of selfless love and sacrifice. The supreme purpose of life and education is piety. ജീവിതത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഉന്നതമായ ലക്ഷ്യം piety, അതായത് ഒരു ഭക്തി ആണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ദാറ്റ് ഈസ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് കേട്ടോ. ജീസസ് ക്രൈസ്റ്റിന്റെ ഐഡിയാസ് ഒക്കെ ഇംബൈബ് ചെയ്യുക, അതിൽ അന്തർലീനമാകുക, ഉൾക്കൊള്ളിക്കുക, അതൊക്കെ അദ്ദേഹത്തിന്റെ ഐഡിയ ആണ്. നമുക്ക് ശ്രീനാരായണ ഗുരു, മുഹമ്മദ് നബി, ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നിലവിൽ ചരിത്ര പുരുഷന്മാരോ ദൈവ പുരുഷന്മാരോ അല്ലെങ്കിൽ ദൈവ വ്യക്തിത്വങ്ങളോ ആയിട്ടുള്ള ആളുകളുടെ പഠനങ്ങളൊക്കെ തീർച്ചയായും നന്മകളുടെ ആയതുകൊണ്ടാണ് അദ്ദേഹം ചിലപ്പോൾ അതൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആസ് പെർ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും പഠനങ്ങളുമാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ്സ് ഓൾ. The curriculum should be suited to the age and ability of the individuals. As the child grows in the age, the spread and depth of curriculum should also increase. Comenius suggests 4 levels of stages of education is extending to 6 years. He prescribes a pre-curriculum for each stage. They are given below. Infant school age 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കരിക്കുലം. വെർണാക്കുലർ സ്കൂൾ ഏജ് എന്ന് പറയുന്നത് ഒരു പ്രദേശീയ അല്ലെങ്കിൽ നമ്മളെ വെർണാക്കുലർ ആയിട്ടുള്ള ഒരു സ്വന്തം ഗ്രാമത്തിൽ തന്നെ അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തിനനുസരിച്ച് പഠിക്കുന്ന ഒരു വെർണാക്കുലർ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞാൽ 6 മുതൽ 12 വയസ്സ് വരെ. ലാറ്റിൻ ഗ്രാമർ സ്കൂൾ സ്റ്റേജ് 12 to 18 വയസ്സ് വരെ. യൂണിവേഴ്സിറ്റി ആൻഡ് ട്രാവൽസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോകത്തിലേക്കൊക്കെ പോയി പഠിക്കാനുള്ള ഒരു പ്രായമാവുന്നതാണ് അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞത് മെത്തഡോളജി. ഇനി ഇതിൻ്റെ അകത്തുള്ളത് ഇൻ ദ സെമിനൽ വർക്ക് ദ ഗ്രേറ്റ് ഡിഡാക്ടിക് Comenius has expounded his basic principles of teaching. It reveals his true understanding of the fundamentals of child psychology and social philosophy. അദ്ദേഹം ശിശു മനഃശാസ്ത്രവും സോഷ്യൽ ഫിലോസഫിയും സാമൂഹ്യപരമായ തത്വശാസ്ത്രവും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി below are the given some of his important methods and principles of teaching. താഴെ കൊടുത്തിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് മെത്തേഡ്സും തത്വങ്ങളും അധ്യാപന തത്വങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. The method of teaching adopted by the teacher should be adequate enough to stimulate and sustain the interest and curiosity of children.
കുട്ടികളുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനാണ് ഒരു ടീച്ചറിന്റെ പ്രധാനപ്പെട്ട മെത്തേഡ് ഓഫ് ടീച്ചിങ് അഡോപ്റ്റഡ് ബൈ ദ ടീച്ചർ ഷുഡ് ബി ആഡിക്വേറ്റ്. മെത്തേഡ് ഓഫ് ടീച്ചിങ് അഡോപ്റ്റഡ് ബൈ ദ ടീച്ചർ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ ടീച്ചർ ഉപയോഗിക്കുന്ന മെത്തേഡ് കുട്ടികളിൽ ഒരു ഇൻട്രസ്റ്റും താല്പര്യവും ജിജ്ഞാസയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, പ്രചോദനം കൊടുക്കാൻ, അല്ലെങ്കിൽ അത് വളർത്താൻ വേണ്ടി സഹായിക്കണം. അതാണ് അദ്ദേഹം ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. നമ്പർ 2, the treatment of the subject matter should be direct and clear and unambiguous. Unambiguous എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ambiguous ആയിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തം അല്ലെങ്കിൽ മൊത്തത്തിൽ മൂടുപടമുള്ള ഒരു സംവിധാനം ആവരുത്. Treatment of the subject matter should be direct, clear and unambiguous. And number 3, the teacher should introduce the general principles first and explain it afterwards. ടീച്ചർ ആദ്യം ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ തത്വങ്ങളും കാര്യങ്ങളും ടോപ്പിക്കും ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് അതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് അദ്ദേഹത്തിന്റെ കരിക്കുലം സിലബസിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് ആണ്. The teacher should present the subject matter in a graded and sequential manner. Sequential manner ആയിട്ട്, ഫോർത്ത് വൺ പറയുന്നത് sequential manner ആയിട്ടോ ഗ്രേഡഡ് മാനർ ആയിട്ടോ ആണ് സബ്ജക്ട് പ്രസന്റ് ചെയ്യേണ്ടത്. ഏത് ടോപ്പിക്കാണോ പഠിപ്പിക്കണേ അപ്പോൾ ടോപ്പിക്. ഇന്ന് 10 to 20 വരെയാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ അത് KG ക്ലാസ്സിലെ കുട്ടികളുടെ ഓരോ ദിവസത്തെ സിലബസിന്റെ മൊഡ്യൂൾ അനുസരിച്ച്. You should proceed from simple to complex. അതായത് സിമ്പിൾ ടു ടീച്ചിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. He should pass on to the next topic only after completing the former one. ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവുള്ളൂ. Correlation of lessons should be attempted whenever opportunities arises for it. Correlation of lessons should be attempted whenever opportunities arises for it. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ചൈൽഡ് സൈക്കോളജിയും പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഇങ്ങനെ പല സബ്ജക്ട്സും ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോഴുണ്ടാവാം. അതൊരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കുട്ടികളെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ കോറിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ, ലെസൺസ് പഠിപ്പിക്കാൻ പറ്റണം. ഓൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഷുഡ് ഹാവ് സം റെലവൻസ് വിത്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. എല്ലാ പഠന പ്രവർത്തനങ്ങളെയും ദൈനംദിന റിയൽ ലൈഫില് യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റിയാൽ ടീച്ചർ വിജയിക്കും. ഇനി മറ്റൊന്ന് ടീച്ചർക്ക് വേണ്ട കഴിവ്, കോർപ്പറൽ പണിഷ്മെന്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു മിനിമം. as far as possible it should be avoided. കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ, ഇപ്പൊ അതെങ്ങനെയില്ല. ഇപ്പൊ അങ്ങനെ പണിഷ് ചെയ്താൽ ടീച്ചർ അടിമേടിക്കും രക്ഷിതാവിന്റെ കയ്യിൽ. അതുകൊണ്ട് ഇപ്പൊ ടീച്ചർമാർ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ കോർപ്പറൽ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമായിരുന്നു. ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്തുക, മുട്ടിന് താഴെ അടിക്കുക, മുട്ടയെ കുത്തി നിർത്തുക, ക്ലാസ്സിന് പുറത്ത് കൈയും പിടിച്ച് നിർത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ആണ് കോർപ്പറൽ പണിഷ്മെന്റ്. ഇനി ഇപ്പൊ അങ്ങനെ ഇല്ല. ശാരീരിക മാനസിക പീഡനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. At initial stage, repetition is essential. Repetition with regard to 3 R's, reading, writing and arithmetic, has a positive effect in the development of their sense, memory and imagination. ഒരു റിപ്പറ്റീഷൻ വരുന്നത് പോലെ കാര്യങ്ങൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. 3 R's, reading, writing and arithmetic. Then children should not be compelled to learn lesson. Compulsion might create hatred to the subject. No attempt should be made to teach topics which are beyond their power of comprehension. Comprehension power എന്ന് ഉദ്ദേശിക്കുന്ന സംശീകരണ ശക്തി, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കുട്ടീനെ അടിച്ചേൽപ്പിക്കാനും കുട്ടി ലെസൺ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യരുത്. ചില LKG ടീച്ചർമാരൊക്കെ അങ്ങനെയാണ്. ഇന്ന് എന്ന് പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് കാണാപ്പാഠം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ബൈ ഹാർട്ട് റോട്ട് ലേണിംഗ് എന്ന് പറയണേ. അതൊക്കെ കാലം കഴിഞ്ഞു.